ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. നമ്മൾ ഇരുട്ടിലായാൽ നടക്കാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. ഇരുട്ടിൽ മുൻപോട്ട് നീങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആയിരിക്കുന്ന ഇടത്തിൽ നമ്മൾ നിന്നുപോകും. അങ്ങനെ തന്നെ ജീവിതത്തിൽ ചില ഇരുൾ നിറഞ്ഞ അനുഭവങ്ങൾ ഒരു മനുഷ്യനെ പൂർണ്ണമായി തളർത്തി കളയാം. ജീവിതം നിന്ന അവസ്ഥയായി മാറാം. ലോകത്തിൻ്റെ അന്ധകാര ശക്തി ഇന്ന് പലരെയും ഇരുളിലാക്കിയിരിക്കുവാണ്. ചതിയുടെയും വഞ്ചനയുടെയും ഇരുളാവാം. ദാമ്പത്യ ജീവിതത്തിൽ വന്ന തകർച്ചയാവാം. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടേണ്ട വേദന മനസ്സിൽ ഇരുൾ കൂടി നിറഞ്ഞ ഒരു അവസ്ഥയാവാം. ചില ലഹരി വസ്തുവിൻ്റെ അടിമത്വമാവാം. ചില തെറ്റായ ബന്ധങ്ങളാവാം. ചിലർ മുറിവേൽപ്പിച്ചതാവാം. ചിലർ തള്ളി പറഞ്ഞ ഒരു അവസ്ഥയാവാം. ഇരുൾ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷെ രാത്രി എത്ര കൂരിരുൾ നിറഞ്ഞതാണെങ്കിലും സൂര്യൻ്റെ കിരണങ്ങൾ അതിനെ തുളച്ചുകൊണ്ട് ഒരു പ്രഭാതം നമുക്ക് സമ്മാനിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് പ്രകാശമായി നമ്മളുടെ ജീവിതത്തിലെ ചില ഇരുൾ അനുഭവത്തെ മാറ്റുവാൻ കഴിവുള്ള പ്രകാശമായിട്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. ദൈവത്തിൻ്റെ വചനം യെശയ്യാവ് 60:1 ഇങ്ങനെ നമ്മളോട് പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവിൽ പ്രിയരെ, എൻ്റെ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലെ ഇരുൾ അനുഭവം അത് എന്തെങ്കിലും ആയിരിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന പ്രകാശം നിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഈ വചനത്തിൻ്റെ ശക്തിയെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രകാശമാണ്. നിൻ്റെ വഴികളിൽ എല്ലാം നീ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാൻ തക്കവണ്ണം ദൈവം നിന്നെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നിന്നെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. നീ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിട്ടുണ്ട്. കർത്താവിൽ പ്രിയരെ, വീണ്ടും ഞാൻ പറയട്ടെ, എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഒത്തിരിയേറെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളിലൂടെ മറ്റുള്ളവർ അനുഭവിക്കാനും നിങ്ങൾ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാനും തക്കവണ്ണം ദൈവം നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.